ഹലോ ഗൈസ്, അപ്പം എല്ലായിടത്തും മഴയൊക്കെ തകർക്കുമല്ലേ. നമ്മുടെ പാടത്ത് വെള്ളം പറ്റിച്ചപ്പം സാധാരണ പാടത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്ഥിരം മീനാണ്, നല്ല ഔഷധ ഗുണമുള്ള മീനാണ് വരാല്. എല്ലാവർക്കും അറിയാലോ. അപ്പം നമുക്ക് ഇന്നൊരു വരാല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വരാല് കട്ട് ചെയ്ത് നല്ല കൊടംപുളി ഇട്ട് വെച്ച് നമുക്ക് കറി വെച്ചാലോ. കൊടംപുളി ഇട്ട് വെച്ച നല്ല വരാൽ കറിയുണ്ട്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ബാ. അപ്പം എന്താ ഇതാണ് നമ്മുടെ വരാലിൻ്റെ കട്ടിങ് ഒന്നും കാണിക്കുന്നില്ല. അപ്പം എന്താ ക്ലീൻ ചെയ്ത് അമ്മ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളകിനകത്തിട്ട് കറി വെക്കാം. അപ്പോൾ എന്താ ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു, കടുകിട്ടു. നമ്മൾ ഉലുവ അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ടു. അടുപ്പിൽ നല്ല തീയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ചട്ടി കുറച്ച് മാറ്റി വെച്ചിട്ടാണ് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. മഞ്ഞൾപ്പൊടി ഇട്ടു, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പൊടികളുടെ പച്ചമണം മാറിയപ്പോഴത്തേക്കും ഇതാ നല്ല എരിവുള്ള മുളക് പൊടി, അതുകൊണ്ട് 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ടു. ഇനി നമ്മുടെ മെയിൻ പുളി, കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഓരോ പീസ് വരാലും നമുക്ക് ഇട്ട് കൊടുക്കാവേ. മുളക് പൊടിയും കൂടെ ആഡ് ചെയ്താൽ സൂപ്പറായിരിക്കും. ഈ മുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യും. നമ്മുടെ വരാല് കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണേ. അപ്പം ഞാൻ എന്താണെന്നറിയോ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് എടുത്തിരുന്നത് കടച്ചക്കയാണ്. നമുക്ക് കുറച്ച് കടച്ചക്കയും കൂടെ ഇതിനകത്ത് മുക്കി കുറച്ച് പീസും കൂടി എടുത്തിട്ട് നോക്കാം. ആദ്യം ഫസ്റ്റ് ഒന്ന് ഞാൻ നല്ലതായിട്ട് നോക്കട്ടെ. വരാൽ തന്നെ ഞാൻ ഉപ്പൊക്കെ നോക്കിയായിരുന്നു, അപ്പം നല്ല സൂപ്പറായിരുന്നു. ഇനി കുറച്ച് കടച്ചക്കയുടെ കഴിച്ചിടവേ. നമ്മൾ പുഴുങ്ങുകയും കറി വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പച്ച കളറിലെ ആഞ്ഞിലി ചക്കയെക്കാളും വലിപ്പമുള്ള ഒരെണ്ണമില്ലേ, അതാണ്. നമ്മളിവിടെ കപ്പയൊക്കെ പുഴുങ്ങുന്ന പോലെ ഈ ഒരു വലിപ്പത്തിൽ പുഴുങ്ങിയിട്ട് തേങ്ങാപ്പീരിട്ടെടുക്കും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരെന്നാന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വരാല് കറി കടച്ചക്കയും കൂടെ നല്ല സൂപ്പറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റാ.